ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഗ്രേറ്റ് ചെയ്താണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാലകൾ ചേർക്കുമല്ലോ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട, ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കടിക്കത്തക്ക രീതിയിൽ കിടക്കണം കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചീനിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ ഒന്ന് ചിക്കി തോത്തിയെടുക്കാം കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എണ്ണ ചേർത്ത് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ചോറിന് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവൂ കേട്ടോ. ഇനി ആ ഒരു സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഗ്രേറ്റ് ചെയ്തുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു 1/4 ഭാഗം വേവിച്ച് വെച്ചതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു റൈസ് ഇട്ടപ്പോൾ എൻ്റെ ചീനിച്ചട്ടി കുറച്ച് ചെറുതായതുപോലെ തോന്നി. കാരണം ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ സോയാ സോസും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മല്ലിയിലയും കൂടെ ചേർത്തെടുത്താൽ നല്ല അടിപൊളി മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.